കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ചോർന്നു. BCA 6ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിൽ നിന്നാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. പരീക്ഷയുടെ 2 മണിക്കൂർ മുൻപ് ഇമെയിൽ വഴി നൽകിയ ചോദ്യപേപ്പർ വാട്സപ്പിലൂടെയാണ് ചോർന്നത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇത് എന്താണ് സംഭവം? എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത്? ഒരല്പം മുൻപ്, അതായത് പരീക്ഷ തുടങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് അത് വളരെ കൃത്യമായിട്ട് ഇമെയിൽ വഴി അയച്ചിരിക്കുന്നു. അവിടെ നിന്ന് അത് വാട്സപ്പിലൂടെ ചോരണമെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെയാണോ? ഇതാ ഈ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജ്, അത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒരു കോളേജാണ്. മാർച്ച് 18 മുതൽ ഏപ്രിൽ 2 വരെയാണ് ഈ കണ്ണൂർ സർവകലാശാലയിൽ BCA 6ാം സെമസ്റ്റർ പരീക്ഷകൾ നടന്നത്. ഈ മാർച്ച് 18 മുതൽ ഏപ്രിൽ 2 വരെ നടന്ന പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഏപ്രിൽ 2-ാം തീയതി നടത്തിയ പരീക്ഷയ്ക്കിടെ സർവകലാശാലയിൽ നിന്ന് സ്ക്വാഡ് ഈ കോളേജിൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. ആ സമയത്ത് ഒരു കുട്ടി ഈ പരീക്ഷ നോക്കി എഴുതുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ സ്ക്വാഡ് ആ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതായി മനസ്സിലായിരിക്കുന്നത്. ഇതിൽ സർവകലാശാല കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ക്രിമിനൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അധ്യാപകർ തന്നെയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. അത് വാട്സപ്പ് മുഖേനയാണ്. സാധാരണ സർവകലാശാലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരീക്ഷാ പേപ്പർ നൽകുന്നത് ഈ പ്രിൻസിപ്പളുടെ മെയിൽ ID-യിലേക്കാണ്. പ്രിൻസിപ്പളിന്റെ മെയിൽ ID ഉണ്ട്, അതിന് പ്രത്യേക പാസ്വേഡ് ഉണ്ട്, അത് പ്രിൻസിപ്പൾക്ക് മാത്രമാണ് അറിയുള്ളൂ. ആ മെയിൽ ID വഴിയാണ് ഈ പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ നൽകാറുള്ളത്. അത് പരീക്ഷയ്ക്ക് 2 മണിക്കൂർ മുൻപാണ് പ്രിൻസിപ്പളുടെ മെയിൽ ID-യിലേക്ക് ചോദ്യപേപ്പർ എത്തുക. അങ്ങനെ എത്തിയ ചോദ്യപേപ്പർ ഇത് വാട്സപ്പ് മുഖാന്തരം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകുന്നത്. സർവകലാശാല ഒരു അന്വേഷണ സിൻഡിക്കേറ്റ് പ്രത്യേക സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം ഇന്നലെ കോളേജിലെത്തി തെളിവെടുത്തിരുന്നു. എന്തായാലും ഒരു ക്രിമിനൽ കുറ്റകൃത്യം ഇവിടെ നടന്നിരിക്കുന്നു എന്ന് സർവകലാശാല കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. മറ്റൊരു കാര്യം, പ്രാഥമികമായി കുറ്റകൃത്യം തെളിഞ്ഞതിനാൽ ഈ പരാതി തെളിഞ്ഞതിനാൽ ഈ പരീക്ഷാ സെന്റർ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പാലക്കുന്ന് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പ്രിൻസിപ്പലിന്റെ മെയിൽ ID-യിലേക്കാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ ചില സ്കൂളുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ പ്രിൻസിപ്പൽ തന്നെ ആകണമെന്നില്ല ആ ഇമെയിൽ ആക്സസ് ചെയ്യുന്നത്. അത് മറ്റാർക്കെങ്കിലും അത് ആക്സസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് ഉണ്ടാകാറുണ്ട്. സാധാരണ പ്രിൻസിപ്പലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും. ചില അധ്യാപകർക്ക് അതിലൊരു ആക്സസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണം സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണമോ മറ്റോ വരുന്നുണ്ടോ? കാരണം പ്രിൻസിപ്പലിന്റെ മെയിൽ ID ആണ്, അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യവുമാണ്. അക്കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുവരെയും ഈ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. ബേക്കൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. പ്രാഥമികമായി കുറ്റകൃത്യം തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോളേജിൽ നിന്ന്, ഗ്രീൻവുഡ് കോളേജിൽ നിന്ന് പരീക്ഷാ സെന്റർ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഈ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നത്. അതാണിപ്പോൾ സർവകലാശാല സ്വീകരിച്ചിട്ടുള്ള പ്രാഥമികമായ നടപടി. ഇനി കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. അതിന് പോലീസിന്റെ അന്വേഷണം വേണം. ആ അന്വേഷണം പൂർത്തിയായാൽ മാത്രമായിരിക്കും സർവകലാശാലയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. സ്മിത, ശരി. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.